Hi everyone. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മൈസൂർ പാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ മൈസൂർ പാക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 കപ്പ് കടല മാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും ചേർക്കണ്ട, നെയ്യൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നല്ല ഒരു മണം വരും കേട്ടോ, നല്ല റോസ്റ്റ് ആക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തരി കൂടുതലുള്ളതായിട്ട് തോന്നും, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അരിപ്പയിൽ കൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു യെല്ലോ കളർ കിട്ടും. നമുക്ക് ഇനി പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കളറായിരിക്കുമേ. അടുത്തത് നമുക്ക് പഞ്ചസാര പാല് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പൊ നമ്മുടെ പഞ്ചസാര പാനിയുടെ കണക്കെന്ന് പറയുന്നത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ, ഒറ്റനൂൽ പരുവാണ്. അപ്പൊ അത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം നമുക്ക്. അപ്പൊ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്, ഒറ്റനൂൽ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കടലമാവിന്റെ മിക്സോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി മൈസൂർ പാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴാണ് നമ്മുടെ മൈസൂർ പാക്കിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഫുൾ വിട്ട് വന്നിട്ടുണ്ട്, നെയ്യൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ട്രേയിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങളിൽ ട്രേ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലേറ്റിലോട്ടോ പാത്രത്തിലോട്ടോ ഏതെങ്കിലും പാത്രത്തിലോട്ട് മാറ്റിയാലും മതി കേട്ടോ. ഒട്ട് പിടിക്കത്തേ ഇല്ല, കാര്യം അത്യാവശ്യം നെയ്യുള്ളത് കൊണ്ട് തന്നെ ഒട്ട് പിടിക്കത്തേ ഇല്ല. അപ്പോൾ ഒരേ ലെവലിലാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഒരേ ലെവലിൽ സെറ്റ് ആക്കിയതിനു ശേഷം നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്ത് വെച്ചാൽ മതിയാവേ. അപ്പൊ ഈ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മൈസൂർ പാക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തൂടെ നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. അപ്പോൾ വളരെ നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും, വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ മോഷ്ണീസ് ഫുഡ് ആൻഡ് ലൈഫ്.